നമസ്കാരം. നാണംകെട്ട അഴിമതികളുടെയും പിടിച്ചുപറിയുടെയും പേരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മറ്റൊരു വൻമരം കൂടി വീണിരിക്കുന്നു. വിധാനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാനും മമതയുടെ വിശ്വസ്തനുമായ സബ്യസാചി ദത്തയെ കവർച്ചയും ക്രിമിനൽ ഭീഷണിയും ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി വിധാനഗർ പോലീസ് അർദ്ധരാത്രിയിൽ നടത്തിയ നാടകീയമായ ഓപ്പറേഷനിലൂടെ ലോക്കപ്പിലാക്കിയിരിക്കുകയാണ്. അഴിമതിയും ക്രിമിനലിസവും ഒരു നയമായി സ്വീകരിച്ച TMCക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ ആണി കൂടിയാണിത്. വിധാനഗർ മേഖലയിൽ നിന്നും മാത്രം അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ വമ്പൻ സ്രാവാണ് ഇയാൾ. നേരത്തെ മമതാ ബാനർജി മന്ത്രിസഭയിലെ പ്രമുഖ മന്ത്രിയായിരുന്ന സുജിത് ബോസിനെ പോലീസ് അകത്താക്കിയിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ വാർഡ് നമ്പർ 31 കൗൺസിലറും കോർപ്പറേഷൻ ചെയർമാനുമായ സബ്യസാചി ദത്തയും അഴിക്കുള്ളിലായിരിക്കുന്നത്. ഒരു സാധാരണക്കാരനായ വ്യവസായിയെ ഭീഷണിപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നതാണ് ഈ മാന്യന്റെ പേരിലുള്ള കേസ്. 2018 അധികാരം ഉപയോഗിച്ച് ഇയാൾ നടത്തിയ ഈ പകൽക്കൊള്ളയ്ക്കെതിരെ വ്യവസായി നൽകിയ കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ചെയ്ത പാപങ്ങൾ മറയ്ക്കാൻ ഇയാൾ കുറ്റങ്ങൾ നിഷേധിക്കുന്നുണ്ട് എങ്കിലും TMC നേതാക്കളുടെ അഴിമതികളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഈ അറസ്റ്റിലൂടെ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് സബ്യസാചി ദത്തയുടെ ചരിത്രം നന്നായിട്ടറിയാം. ഒരൊറ്റ നിലപാടില്ലാത്ത, അധികാരം എവിടെയുണ്ടോ അങ്ങോട്ട് ചാടുന്ന വെറുമൊരു രാഷ്ട്രീയ തവളയാണ് ഇയാൾ. 2019 വരെ വിധാനഗർ മേയറായിരുന്ന ഇയാൾ അധികാരം നിലനിർത്താൻ വേണ്ടി 2019 BJPയിലേക്ക് കയറാൻ ശ്രമിച്ചു. എങ്കിലും അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുള്ള BJPയുടെ കടുത്ത അച്ചടക്കവുമായി പൊരുത്തപ്പെടാൻ ഈ കള്ളന് കഴിഞ്ഞില്ല. തുടർന്ന് 2 വർഷം തികയും മുൻപേ അഴിമതിക്കാരുടെ സ്വന്തം താവളമായ TMCയിലേക്ക് തന്നെ ഇയാൾ തിരിച്ചോടുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബരാസത്തിൽ നിന്ന് TMC ടിക്കറ്റിൽ മത്സരിച്ച ദത്തയെ ജനങ്ങൾ അടിച്ചു പുറത്താക്കുകയാണ് ചെയ്തത്. BJP സ്ഥാനാർത്ഥിയോട് ദയനീയമായി പരാജയപ്പെട്ട ദത്തയ്ക്ക് ജനങ്ങൾ നൽകിയ ശക്തമായ തിരിച്ചടിയായിരുന്നു അത്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടതോടെ തങ്ങളുടെ പാപക്കറകളിൽ നിന്ന് രക്ഷപ്പെടാൻ നേതാക്കൾ പരക്കം പായുകയാണ്. TMCയിൽ ഇപ്പോൾ കൂട്ടത്തോടെയുള്ള രാജി നൽകലും അറസ്റ്റുമാണ് നടക്കുന്നത്. ഭരണമില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ തനിനിറം ഓരോന്നായി പുറത്തു വരികയാണ്. മുൻ കായിക മന്ത്രി അരൂപ് ബിശ്വാസിനെതിരെ കടുത്ത അന്വേഷണം നടക്കുകയാണ്. ടോളിവുഡ് സിനിമാ മേഖലയെ ഭീതിയിലാഴ്ത്തി ഗുണ്ടാപിരിവ് നടത്തിയിരുന്ന ഇയാളുടെ സഹോദരൻ സ്വരൂപ് ബിശ്വാസിനെ പോലീസ് ഇതിനകം തന്നെ അഴിക്കുള്ളിലാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ജനപ്രതിനിധികളെന്ന വ്യാജേന ജനങ്ങളെ കൊള്ളയടിച്ച വിധാനഗർ, കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ ഡസനോളം TMC കൗൺസിലർമാരാണ് കവർച്ചയും പിടിച്ചുപറിയും ഉൾപ്പെടെയുള്ള വിവിധ കുറ്റകൃത്യങ്ങളിൽ നിലവിൽ ജയിലിൽ കിടന്ന് അഴിയെണ്ണുന്നത്. TMCയുടെ ഗുണ്ടാപ്പടയുടെ മറ്റൊരു തലവനായ ജഹാംഗീർ ഖാന്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെയാണ് സബ്യസാചി ദത്തയും കുടുങ്ങുന്നതെന്നത് ശ്രദ്ധേയമാണ്. പോലീസിനെ വെട്ടിച്ച് ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞിരുന്ന ജഹാംഗീർ ഖാനെ നേപ്പാൾ അതിർത്തിക്കടുത്ത് വെച്ചാണ് സംസ്ഥാന പോലീസിന്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സ് പിടികൂടിയത്. കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു STFന്റെ ഈ നീക്കം. സൗത്ത് 24 പക്നാസ് ജില്ലയിലെ ഫാൾട്ട പോലീസ് സ്റ്റേഷനിൽ മാത്രം 7ഓളം ക്രിമിനൽ FIRകളാണ് ജഹാംഗീർ ഖാനെതിരെ നിലവിലുള്ളത്. ഭരണം നഷ്ടപ്പെട്ടതോടെ തങ്ങളുടെ ഗുണ്ട അഴിമതി സാമ്രാജ്യം തകർന്നടിയുന്നത് കണ്ട് ഭയന്നോടുകയാണ് TMC നേതാക്കൾ. ജനങ്ങളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പണം തട്ടിയ ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കുന്നതാണ് ബംഗാളിൽ നിന്നുള്ള ഈ വാർത്തകൾ. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട മറ്റൊന്നുണ്ട്. സബ്യസാചി ദത്തയുടെ ഈ അറസ്റ്റ് എന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. പശ്ചിമ ബംഗാളിനെ പതിറ്റാണ്ടുകളായി പിന്നോട്ട് വലിച്ച ഒരു വലിയ മാഫിയ ഭരണത്തിന്റെ അഴുക്കുചാലിലെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ്. സാധാരണക്കാരായ കച്ചവടക്കാരും വ്യവസായികളും സ്വന്തം വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണത്തിൽ നിന്ന് കൃത്യമായി വിഹിതം വാങ്ങി സുഖിക്കുന്ന ഒരു കമ്മീഷൻ രാജാണ് മമതാ ബാനർജി ബംഗാളിൽ വളർത്തിയെടുത്തത്. പാവപ്പെട്ട ജനങ്ങൾക്ക് റേഷൻ നൽകണമെങ്കിലും ഒരു ചെറുപ്പക്കാരന് ജോലി കിട്ടണമെങ്കിലും എന്തിന് ഒരു വ്യവസായിക്ക് സമാധാനത്തോടെ സ്വന്തം സ്ഥാപനം നടത്തണമെങ്കിൽ പോലും തൃണമൂലിന്റെ പ്രാദേശിക ഗുണ്ടകൾക്ക് തോലാബാജി അഥവാ നിർബന്ധിത പിരിവ് നൽകേണ്ട അവസ്ഥയായിരുന്നു. ഈ ചൂഷണത്തിനെതിരെ BJP വർഷങ്ങളായി തെരുവിലിറങ്ങി പോരാടിയപ്പോൾ അതിനെയെല്ലാം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് മമതയും കൂട്ടരും ശ്രമിച്ചത്. എന്നാൽ അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന ഇവരുടെ അഹങ്കാരത്തിനാണിപ്പോൾ ജനങ്ങൾ അന്ത്യം കുറിച്ചിരിക്കുന്നത്. അധികാരം നഷ്ടപ്പെട്ടതോടെ ഈ അഴിമതിക്കോട്ടയുടെ തൂണുകൾ ഓരോന്നായി തകർന്നു വീഴുകയാണ്. നിയമം അതിൻ്റെ വഴിക്ക് കൃത്യമായി സഞ്ചരിക്കുമ്പോൾ പാവപ്പെട്ടവൻ്റെ കാശ് കവർന്ന ഓരോ നേതാവിനും ജയിലിലെ ഇരുട്ടറകൾ മാത്രമായിരിക്കും ഇനി അഭയം. ഒരു കള്ളനെയും വെറുതെ വിടില്ല എന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെയും BJPയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടെ വിജയമാണിന്ന് ബംഗാളിൻ്റെ തെരുവുകളിൽ ദൃശ്യമാകുന്നത്. സാധാരണക്കാരൻ്റെ കണ്ണീരിൽ കെട്ടിപ്പൊക്കിയ ആഡംബര ജീവിതമാണിപ്പോൾ ഓരോ TMC നേതാക്കൾക്കും വിനയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം വെട്ടിച്ച് സ്വന്തം വീടും കൊട്ടാരങ്ങളും പണിതുയർത്തിയവർ ഇന്ന് പോലീസിനെ പേടിച്ച് ഇരുട്ടിൻ്റെ മറവിൽ ഒളിക്കാൻ നോക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, ഇവർക്ക് കുടപിടിച്ചിരുന്ന സിനിമാ മേഖലയിലെയും സാംസ്കാരിക രംഗത്തെയും മാഫിയകൾ പോലും ഇന്ന് നിയമത്തിൻ്റെ വലയിലാണ്.
ടോളിവുഡിനെ മുൾമുനയിൽ നിർത്തി കോടികൾ തട്ടിയ സ്വരൂപ് ബിശ്വാസിന്റെ അറസ്റ്റോടെ പശ്ചിമ ബംഗാളിലെ കലാരംഗം പോലും ഈ അഴിമതിക്കാർ എത്രത്തോളം മലിനമാക്കിയിരുന്നുവെന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. സാംസ്കാരിക നായകന്മാരെന്ന വ്യാജേന മമതയുടെ വേദിയിൽ കയറി കൈയടിച്ച പലരുടെയും തനിനിറം ഇതോടെ ജനമധ്യത്തിൽ വെളിച്ചത്തായിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വിരൽ ചൂണ്ടേണ്ടത് മമതാ ബാനർജി ബംഗാളിന്റെ ജനാധിപത്യത്തെ എത്രത്തോളം മലിനമാക്കി എന്നതിലേക്ക് കൂടിയാണ്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് സംവിധാനത്തെ സ്വന്തം പാർട്ടിയുടെ ഗുണ്ടാപ്പടയെ പോലെയാണ് മമത ഇത്രയും കാലം ഉപയോഗിച്ചത്. തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന BJP പ്രവർത്തകരെ കള്ളക്കേസുകളിൽ കുടുക്കാനും ജയിലിലടയ്ക്കാനും ആവേശം കാണിച്ച ബംഗാൾ പോലീസ് സ്വന്തം നേതാക്കൾ ജനങ്ങളെ പരസ്യമായി കൊള്ളയടിച്ചപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയായിരുന്നു. സബ്യസാചി ദത്തയെ പോലുള്ള കോർപ്പറേഷൻ തലവന്മാർ ഒരു വ്യവസായിയെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടുമ്പോൾ ഈ പോലീസ് സംവിധാനം എവിടെയായിരുന്നുവെന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അന്ന് ഭരണത്തിന്റെ അഹങ്കാരത്തിൽ ഇവർക്ക് കാവൽ നിന്നവർക്ക് ഇന്ന് ഭരണം നഷ്ടപ്പെട്ടതോടെ മുഖം രക്ഷിക്കാൻ വേണ്ടി സ്വന്തം നേതാക്കളെ തന്നെ അർദ്ധരാത്രിയിൽ ചെന്ന് പൊക്കേണ്ടി വരുന്നു. ഇത് മമതയുടെ ഭരണകൂടം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കേന്ദ്ര ഏജൻസികളും BJPയും ഈ അഴിമതിക്കാർക്കെതിരെ ശക്തമായി നിലനിന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ബംഗാളിലെ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ നേരിയ വിശ്വാസമെങ്കിലും തിരിച്ചു കിട്ടിയത്. പഞ്ചായത്ത് തലം മുതൽ സെക്രട്ടേറിയറ്റ് വരെ അഴിമതി മാത്രം ശീലമാക്കിയ ഒരു പാർട്ടിക്ക് ജനപ്രതിനിധികളായി തുടരാൻ യാതൊരുവിധ അർഹതയുമില്ല. ഈ അറസ്റ്റുകളിലൂടെ തൃണമൂലിന്റെ വിനാശകരമായ രാഷ്ട്രീയ ശൈലിയുടെ അന്ത്യമാണ് കുറിക്കപ്പെടുന്നത്. ജനങ്ങളുടെ വിയർപ്പിന്റെ വിലയറിയാത്ത ഒരു ഭരണാധികാരിയും ബംഗാളിന്റെ മണ്ണിൽ ഇനി വാഴില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ BJPക്ക് സാധിക്കും. ഒരു കാലത്തെ ഇന്ത്യയുടെ വ്യവസായിക സാംസ്കാരിക തലസ്ഥാനമായിരുന്ന പശ്ചിമ ബംഗാളിനെ ഈ TMC കൊള്ളക്കാർ ചേർന്ന് ഒരു ഭിക്ഷാ സംസ്ഥാനമാക്കി മാറ്റിയെന്നതാണ് യഥാർത്ഥ വസ്തുത. പുതിയ വ്യവസായങ്ങളോ തൊഴിലവസരങ്ങളോ കൊണ്ടുവരാൻ മമതയുടെ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉള്ള വ്യവസായികളെ സബ്യസാചി ദത്തമാരെ പോലെയുള്ള കള്ളന്മാരെ വിട്ട് ഭീഷണിപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു. സിൻഡിക്കേറ്റ് രാജ്യം കമ്മീഷൻ അടിയും ഭയന്ന് വൻകിട കമ്പനികളെല്ലാം ബംഗാളിൽ നിന്ന് വിട്ടോടിയപ്പോൾ അതിൻ്റെ ദുരിതം അനുഭവിച്ചത് ഇവിടുത്തെ സാധാരണക്കാരായ യുവാക്കളാണ്. തൊഴിൽ തേടി ബംഗാളിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറേണ്ടി വന്നതിന് പിന്നിൽ ഈ തൃണമൂൽ മാഫിയയുടെ പകൽക്കൊള്ളകളാണ്. ഈ അനീതിക്കെതിരെയാണ് BJP വികസനത്തിൻ്റെ പുതിയൊരു ബദൽ ഉയർത്തിക്കാട്ടുന്നത്. ഭയമില്ലാതെ വ്യവസായം ചെയ്യാനും അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. ജഹാംഗീർ ഖാനെ പോലുള്ള അതിർത്തി കടന്നോടിയ ക്രിമിനലുകളെപ്പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് സാധാരണക്കാരന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ബംഗാളിനെ വീണ്ടും വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനും കള്ളന്മാരില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള BJPയുടെ ഈ പോരാട്ടം പൂർണ്ണ വിജയത്തിലെത്തുന്നതുവരെ നേതാക്കൾ വിശ്രമിക്കില്ല. മമതയുടെ അഴിമതിക്കോട്ടയുടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം ഈ മാഫിയ ഭരണത്തെ ജനങ്ങൾ തകർത്തെറിയുന്ന കാലം വിദൂരമല്ല. ഒരു വശത്ത് പട്ടിണിയും തൊഴിലില്ലായ്മയും കൊണ്ട് യുവാക്കൾ വലയുമ്പോൾ മറുവശത്ത് ഈ ഭരണാധികാരികൾ കോടികളുടെ അഴിമതി പണവുമായി സുഖലോലുപതയിൽ ജീവിക്കുകയായിരുന്നു. ഈ നെറികേടിനാണ് ഇപ്പോൾ കാലം കണക്ക് ചോദിക്കുന്നത്. ബംഗാളിൻ്റെ മണ്ണിൽ ഇനിയൊരു ഗുണ്ടയ്ക്കും അഴിമതിക്കാരനും തലയുയർത്തി നടക്കാൻ BJP അനുവദിക്കില്ല. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് ബംഗാളിനെ ഈ കൊള്ളക്കാരിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിച്ച് ഒരു പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കാൻ BJP മുന്നിലുണ്ടാകും. ഈ അറസ്റ്റുകൾ ഒരു തുടക്കം മാത്രമാണ്. മമതയുടെ സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണമായ തകർച്ചയാണ് ബംഗാളിൽ ഇനി കാണാൻ പോകുന്നത്. BJP ഉയർത്തിയ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ ശരിവയ്ക്കുന്ന രീതിയിലാണ് മമതയുടെ വിശ്വസ്തർ ഓരോരുത്തരായി ഇപ്പോൾ നിയമത്തിന് മുന്നിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ബംഗാളിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.